അപ്പൊ ഇന്ന് ഇവിടെ നഖം പിടിപ്പിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെച്ചാളുടെ നോക്കട്ടെ, എല്ലാവർക്കും ഈ കളറാണ് കേട്ടോ. നിങ്ങൾക്ക് ദോശയും എനിക്ക് പുട്ടും. ഞാനും രണ്ടും കഴിക്കും. എന്തായാലും ഒരാൾക്ക് മാത്രമായിട്ടൊരു പുട്ടല്ല ഉണ്ടാക്കണം. അപ്പൊ അമ്മയ്ക്ക് പുട്ടിനോട് കഴിക്കൂട്ടെ, പക്ഷെ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ക്യാരറ്റ് പുട്ട് തേങ്ങ ഇടും ഇടും. ക്യാരറ്റ് പുട്ട് തേങ്ങ ഇടില്ല. തേങ്ങ വരും ക്യാരറ്റ്. ഇച്ചിരി തേങ്ങ ഇട്ടാണെങ്കിൽ സൈഡിലൊക്കെ വേണോ? വേണമെങ്കിൽ എന്റെ ഇഷ്ടം. വേണമെങ്കിൽ ഡോക്ടർ പറഞ്ഞാൽ ഓടിച്ചിട്ട് തല്ലും. വേണമെങ്കിൽ മാത്രം. അങ്ങനെ അപ്പൊ പുട്ടിനൊന്ന് നനച്ച് വെച്ചിട്ട് സ്റ്റീവനെ കുളിപ്പിക്കാൻ പോകണം. സ്റ്റീവനെ ക്ലാസ്സിലൊക്കെ പറഞ്ഞേക്കണല്ലോ. പിന്നെ അമ്മേനെ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി വരും. ആദ്യ വെള്ളിയാഴ്ച നമ്മുടെ ഇവിടെ പള്ളിയിൽ നിന്ന് കുമ്പസാരിപ്പിക്കാൻ വരും. കുർബാനയ്ക്ക് കൊടുക്കും. അപ്പൊ അമ്മ അതേ ബ്രഷ് ചെയ്യാൻ വെള്ളം കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്ക്. ബ്രഷ് ചെയ്തോണ്ടിരിക്കാൻ അമ്മയ്ക്ക് ഞാൻ വിചാരിച്ചു ദോശയും നമ്മുടെ മീൻകറി ഇരിക്കണ്ടല്ലോ. ദോശയും മീൻകറിയും നല്ല രസല്ലേ? ദോശയും മീൻകറി, ചെമ്മീൻകറി ആണ് അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. ചേട്ടന് പഴവും പുട്ടും. പഴമുണ്ട്. അപ്പൊ സ്റ്റീവ് ഇവിടെ കുറുമ്പനായിട്ട് നിൽക്കുന്നുണ്ട്. അയ്യാ, കുറുമ്പനല്ല, ഗുഡ് ബോയ് ആണ്. അപ്പൊ ഇവിടെ ഗുഡ് മോർണിംഗ്. ഞാനേ അമ്മയ്ക്ക് ഇവിടെ കുറച്ച് സജ്ജീകരണങ്ങളിലുള്ള വ്യത്യാസങ്ങളൊക്കെ വർത്താനുള്ള പരിപാടിയാണ്. ഇവിടുന്ന് ഇങ്ങനെ ജല്ലോറം നോക്കുമ്പോഴേ ഇപ്പം അപ്പുറത്ത് മൊത്തം മറ്റേ ചവറ് കൂട്ടുന്നതും ചവറ് കത്തിക്കുകയും അങ്ങനെയുള്ള ഏരിയയൊക്കെയാണ്. അതൊക്കെ മാറ്റി ഞാൻ അവിടെ മൊത്തം പച്ചക്കറി നടാനുള്ള പ്ലാനിങ് ആണ്. എങ്ങനെയുണ്ട് എൻ്റെ ഇത്? അമ്മയുടെ ജല്ലോട് തുറന്നു നോക്കിയാ അപ്പുറത്ത് നിറയെ വെണ്ടക്കായ, വഴുതനങ്ങിയ. എന്താ രസം? രസം നല്ലതാണ്, പക്ഷെ അതിലെ ആൾക്കാർ എന്നും ഉണ്ട്. അമ്മയുടെ ഉപബോധ മനസ്സിതാ വർക്കിംഗ് തുടങ്ങിയിരിക്കുന്നു. കിളീനെയാ അവിടെ 2 കിളീനെ കൊണ്ടുവരുന്നത്. അപ്പൊ അമ്മയ്ക്ക് സൗണ്ട് കേൾക്കാം. ഇപ്പൊ അമ്മയ്ക്ക് വർത്താനം പറയാൻ ഇവിടെ തൂക്കിയിടാൻ പറ്റും, ഇവിടെ വെക്കാനേ പറ്റുള്ളൂ. അവിടെ വെക്കാടി, അലമാരിയുടെ മുകളിൽ വെക്കാ. അങ്ങനെയെങ്കിലും അതിനെ ശ്രദ്ധിക്കൂലോ. അപ്പൊ ജീവനില്ലാത്ത കിളിയല്ല, ജീവനുള്ള കിളി. അത് പുറത്തല്ലേ. പേടിയാണോ അമ്മയ്ക്ക് കണ്ടിട്ട്? എവിടെയെങ്കിലും വെക്കാടി. ആദ്യം തന്നെ സാധനങ്ങളൊക്കെ കിട്ടട്ടെ. എല്ലാം കിട്ടി കഴിയുമ്പോൾ നമുക്ക് എല്ലാം ശരിയാക്കാം. അപ്പം ഇനി എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, കുറച്ച് പരിപാടി ഉണ്ട്. അപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ പോണേ. ഒക്കെ ഉണ്ട് തരാം. എന്ത് ചേടാ ഇവിടെ നിന്ന് കട്ട് ചെയ്യില്ലേ? എടാ സ്റ്റീവ് ഇവിടെ കളിച്ചോണ്ടിരിക്ക. ചേട്ടാ പുട്ട് റെഡിയാക്കട്ടെ? പുട്ട് തരട്ടെ? അച്ഛൻ വരാൻ വെയിറ്റ് ചെയ്യണല്ലോ. ആണോ? സ്കൂളിൽ പോണ്ട ടൈമായി, ഭക്ഷണം കഴിക്കാം. അച്ഛനെ നോക്കണ്ട, അച്ഛൻ കൊറേ ലേറ്റ് ആവും വരാൻ. അച്ഛനെ കൊറേ ലേറ്റ് ആവും വരാൻ. അച്ഛൻ കൊറേ വീട്ടിലൊക്കെ പോയിട്ട് വരുള്ളൂ. അപ്പൊ ഞാൻ എന്തേ സ്റ്റീവിന് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓൾറെഡി അവൻ ഭക്ഷണം കഴിച്ചായിരുന്നു. എന്നാലും അമ്മയ്ക്ക് ദോശ കൊടുത്തപ്പോൾ അവന് ദോശ വേണമെന്ന് പറഞ്ഞു. ചേട്ടാ കഴിക്കുക കേട്ടോ, ഭക്ഷണം തരാം.
അപ്പൊ സ്റ്റീവ് അങ്ങനെ ഇതേ ക്ലാസ്സിൽ പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട്. പെൻഗിന്റെ പോലെയൊക്കെയുണ്ട്. ബ്ലൂ ഷൂ ഇട്ടെന്ന് അറിയുന്നു. ഒന്നെടുത്തോ. കേട്ടിട്ട് പോലില്ല. പയ്യെ പോയാ മതിട്ടാ. അപ്പൊ ഇന്ന് ഇവിടെ നഖം പിടിപ്പിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് വെച്ചു, അടുത്ത ആൾക്ക് വെച്ചോണ്ടിരിക്കണത്. വെച്ചാളുടെ നോക്കട്ടെ. എല്ലാവർക്കും ഈ കളറാണ് കേട്ടാ. റോസ് കളർ, പിങ്ക് കളർ. പിങ്ക് അല്ലല്ലോ, റോസ്. നല്ല കളറല്ലേ? ബട്ട് വേറെ എനിക്ക് ഇഷ്ടമുള്ള ഇനിയും ചേഞ്ച് ചെയ്ത് പിന്നെ ചെയ്യണ്ട, അത് ഫെയ്ഡ് ആയിട്ട് ചെയ്താൽ മതി. ഇപ്പൊ ഓൾറെഡി കളർ ഉണ്ടല്ലോ. ഫെയ്ഡ് ആയിട്ട് ഞാൻ വേറെ നെയിൽ പോളിഷ് ഇട്ടു ഇപ്പൊ തന്നെ. ഉണ്ടാവും. അത് ഇങ്ങനെയായിരുന്നു. അത് ഞാനിപ്പോ ഇങ്ങനെയൊക്കെ മാറ്റി. ഇതാണ്ട ഞാൻ പറഞ്ഞ ആ ഗ്ലൂ. കുറെ പേര് കമന്റിൽ കൂടെ ചോദിക്കണ്ടേ ഗ്ലൂവിന്റെ പേരെന്താണ്? മിസ് ക്ലെയറിന്റെ നെയിൽ ഗ്ലൂ. മിസ് ക്ലെയർ ഇൻസ്റ്റന്റ് നെയിൽ ഗ്ലൂ. നെയിൽ ഗ്ലൂ. അതിന്റെ വില എത്രയാ? 30 രൂപ. 30 രൂപ ഒന്നല്ല, അതിന് റേറ്റ് ഉണ്ട്. എത്രയാന്ന് ഞാൻ നോക്കിട്ട് പറയാം. ഓർമ്മയില്ല എത്ര മേടിച്ചത്. 30 രൂപ ഒന്നും കിട്ടില്ല. അത് നമ്മൾ നോർമൽ നെയിൽ പോളിഷ് ഇടുന്ന പോലെ ഫെവിക്വിക്ക് പോലത്തെ ഒരു സാധനം തന്നെ ആയിരിക്കാം. പക്ഷെ എന്തായാലും കുറേ ദിവസം ലാസ്റ്റ് ചെയ്യട്ടെ. ഒട്ടും വെള്ളം തൊടാണ്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ കുറേ നിൽക്കും. ഞാൻ വെള്ളം തൊട്ടിട്ട് തന്നെ എത്രയോ ഒരാഴ്ച ഒന്നല്ല. കിച്ചണിലൊക്കെ ഒത്തിരി വർക്ക് ഒക്കെ ഉണ്ടാവില്ല എപ്പോഴും. ഇപ്പൊ തന്നെ പോയി ഇറച്ചി എന്റെ ഓരോരോ ഭ്രാന്തികളേ. നമുക്ക് വേറെ ടൈപ്പ് ഭ്രാന്തി, ഇവർക്ക് വേറെ ടൈപ്പ് ഭ്രാന്തി.